السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه. اللهم صل وسلم وبارك على نبينا وحبيبنا محمد وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ثم أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. كيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു അവധി ദിവസത്തിൽ, ഈ ഒരു വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയാനും കേൾക്കാനുമുള്ള നമ്മുടെ ഈ പരിശ്രമം അള്ളാഹു നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആശീർവദിക്കുന്ന ഒരു സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് സംസാരിക്കേണ്ട വിഷയം, ഈ ദുനിയാവിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു എന്നതാണ്, അഥവാ ഹിദായത്ത് നൽകി എന്നതാണ്. ഏതൊരു മനുഷ്യനോടും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാനുണ്ടാകും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ഈ ദീനിലേക്ക് അവൻ നമുക്ക് വഴി കാണിച്ചു തന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനും നിങ്ങളും എത്രമാത്രം ബോധവാന്മാരാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹം, ഇതിൻ്റെ വില, ഇതിൻ്റെ മഹത്വം ഞാൻ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ ഹിദായത്ത് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത് എന്നത് സംശയിക്കേണ്ട കാര്യമാണ്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹിയെക്കുറിച്ച് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ മക്കയിലേക്കുള്ളൊരു യാത്രയിൽ മുജീബ് ഇബ്നു മൂസ അൽ അസ്ബഹാനി എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോവുകയാണ്. മക്കയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി ധാരാളമായി കരയുന്നു. പലപ്പോഴായി അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ കരയുന്നത്? താങ്കൾക്ക് സംഭവിച്ചു പോയ പാപത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണോ? മനുഷ്യനാണല്ലോ, പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണോ താങ്കൾ കരയുന്നത്? അപ്പം അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ചിരുന്ന ഒരു മരത്തിൻ്റെ കഷ്ണമെടുത്തുകൊണ്ട് വലിച്ചെറിയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയാണ്, എൻ്റെ പാപങ്ങൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാനത് വലിയ പ്രാധാന്യം, വലിയ ഗൗരവം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാപരഹിതമായ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നതെന്നർത്ഥം. പക്ഷേ എൻ്റെ ഭയം അതല്ല, എന്നെ കരയിപ്പിക്കുന്ന കാര്യം അതല്ല.
എന്നിൽ നിന്ന് അള്ളാഹു ഹിദായത്ത് ഊരിയെടുക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഹിദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിദായത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബാദാത്തുകൾ, മുആമലാത്തുകൾ, അഖ്ലാഖുകൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഹിദായത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മഹത്തരമായ കാര്യം, ഹിദായത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം എന്താ? തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ്. ഈ തൗഹീദ് എങ്ങാനും എന്നിൽ നിന്ന് ഊരിയെടുക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയ ഈ ഹിദായത്തിൻ്റെ വില, ഇതിൻ്റെ മഹത്വം ഞാനും നിങ്ങളൊക്കെ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഈ ഹിദായത്ത് എങ്ങാനും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാനും നിങ്ങളും അങ്ങേയറ്റം ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കാണാൻ സാധിക്കും. അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പാതയിൽ, ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയുള്ള സുരക്ഷിതത്വം ലഭിക്കപ്പെട്ട ആ പ്രവാചകൻ തിരുമേനി പോലും തൻ്റെ കാര്യത്തിൽ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുവെങ്കിൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളൊക്കെ എത്ര ഭയപ്പെടണം. നമ്മൾ ഓരോ ദിവസവും നിസ്കാരത്തിൽ, 5 നേരം നിസ്കാരത്തിൽ, ഇപ്പോൾ ഈ മഗ്രിബ് നിസ്കരിച്ചു നമ്മൾ പറഞ്ഞു, അല്ലാഹുവേ ഹിദായത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു ദിവസം ഒരു നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും നമ്മൾ ആവർത്തിച്ച് പറയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ, ചൊവ്വായ പാതയിൽ ഞങ്ങളെ നീ ചേർക്കണമേ, ചൊവ്വായ പാതയിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയല്ലേ. നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ പാതയിൽ തെറ്റിപ്പോവുക? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പാതയിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുക? അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, ഇത് അറിഞ്ഞുകൊണ്ട്, മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാകണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരു യാന്ത്രികമായ ഒരു പ്രാർത്ഥനയായാൽ അതിന് വിലല്ല. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസാന്നിധ്യത്തോടു കൂടി ഗാഫിലല്ലാത്ത അവസ്ഥയിൽ, അശ്രദ്ധനല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യഹ്ദിന, ഞങ്ങളെ നീ നയിക്കണമേ, അസ്സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിലൂടെ. ഈ പറയുമ്പോൾ 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒന്ന്, ചൊവ്വായ മാർഗത്തിൽ തന്നെയാണോ ഞാൻ എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന ചൊവ്വായ വഴിയിൽ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അത് ലഭിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം, ആ മാർഗം ലഭിക്കണം, സിറാത്തുൽ മുസ്തഖീം കിട്ടണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹം ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പിന് വേണ്ടി, സബാത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. അതേപോലെ തന്നെ ഇത് വർദ്ധിച്ച് കിട്ടണം. ഹിദായത്താകുന്ന ഈ അനുഗ്രഹം കുറഞ്ഞു പോകല്ല വേണ്ടത്, ഇത് വർദ്ധിച്ച് കിട്ടണം. ഇസ്തിയാദിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇത് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം. സഹോദരന്മാരെ, ഈ കാര്യം, ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റും ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ തങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ച് പോലും അറിയാനുള്ള സൗഭാഗ്യം ലഭിക്കാത്തവരാണ്. മരത്തിൻ്റെ മുമ്പിൽ, കല്ലിൻ്റെ മുമ്പിൽ, മൃഗങ്ങൾക്ക് മുമ്പിൽ എന്നു വേണ്ട ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവക്കൊക്കെ മുമ്പിൽ പ്രണമിക്കുന്ന, അതിനൊക്കെ ആരാധനകൾ അർപ്പിക്കുന്ന എന്തുമാത്രം വിഡ്ഢിത്തരമായ കാര്യങ്ങളാണ് കുറേ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ ഹിദായത്താകുന്ന സൗഭാഗ്യത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. എനിക്കെൻ്റെ റബ്ബിനെ മനസ്സിലാക്കാൻ സാധിച്ചുവല്ലോ, ഞാൻ ആരുടെ മുമ്പിലാണ് കുമ്പിടേണ്ടത്, ആരെയാണ് ഞാൻ പ്രണമിക്കേണ്ടത്, ആരോടാണ് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കേണ്ടത്, ഇത് കൃത്യമായി ഹിദായത്ത് കിട്ടിയൊരു മനുഷ്യന് ഇതറിയാൻ സാധിക്കും. ഈ കൃത്യമായ വഴിയിൽ അയാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സഹോദരന്മാരെ, മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു? ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും.
എന്തിനാണ് അള്ളാഹുവിൻ്റെ കലാം അവതരിപ്പിച്ചത്? ഒരു സ്ഥലത്ത് അള്ളാഹു പറയാണ്, വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. സൂറത്തുൻ നഹൽ, ഖുർആനിലെ 16-ാമത്തെ സൂറത്തിലെ 64-ാമത്തെ ആയത്ത്. ഇതൊരു സ്ഥലത്തല്ല, പല സ്ഥലത്തും കാണാൻ സാധിക്കും. എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? വമാ അൻസൽനാ അലൈക്കൽ കിതാബ, ഈ ഗ്രന്ഥം നബിയെ താങ്കൾക്ക് നാം ഇറക്കി തന്നിട്ടില്ല, ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹി, മനുഷ്യർ അഭിപ്രായ ഭിന്നതയിൽ ആയിരിക്കുന്ന വിഷയത്തിൽ വ്യക്തത താങ്കൾ വരുത്താൻ വേണ്ടി അവർക്കത് വിശദീകരിച്ചു കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം. അതുമാത്രമല്ല വഹുദൻ, ഈ ഗ്രന്ഥം എന്തിനു വേണ്ടിയാണ്? മാർഗദർശനമായിട്ടാണ് അല്ലാഹ് ഇറക്കിയിട്ടുള്ളത്. വറഹ്മതൻ ലിൽ മുഅ്മിനീന ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് കാരുണ്യമായി കൊണ്ടാണ് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് അല്ലാഹു ഇറക്കി തന്ന ഈ ഗ്രന്ഥം അത് സന്മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ സന്മാർഗത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമാണ്. അതാ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ കേവലം ഓതി 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 അങ്ങനെ തീർക്കാനുള്ളതല്ല, നമുക്കുള്ള കൃത്യമായ വഴികാട്ടിയാണ് ഖുർആൻ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഹുദൻ ലിന്നാസ്, ഹുദൻ ലിൽ മുത്തഖീൻ കേൾക്കാറില്ലേ? ഇത് തഖ്വയുള്ളവർക്കുള്ള മാർഗദർശനമാകുന്നു, ഇത് മനുഷ്യർക്കുള്ള മാർഗദർശനമാകുന്നു. അള്ളാഹ് ആവർത്തിച്ച് പറയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ അള്ളാഹു ഇറക്കി തന്നത് നമ്മളുടെ മനുഷ്യരുടെ മാനവ കുലത്തിൻ്റെ മാർഗദർശനമായിക്കൊണ്ടാണ്, വഴികാട്ടിയായിക്കൊണ്ടാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണത്, ഈ ഹിദായത്ത് എന്നത് പല തട്ടുകളായിട്ടും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യം ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൽ ഒരു കാര്യം എന്താ അറിയോ? അള്ളാഹു അമ്പിയാക്കളിലൂടെ നമുക്ക് തന്നതൊരു ഹിദായത്താണ്. അതെന്താ? അള്ളാഹുവിൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. ഇതാണ് അള്ളാഹിൻ്റെ മാർഗം, ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി, ഇതാണ് നിങ്ങൾക്ക് നരകത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് അള്ളാഹു പ്രവാചകന്മാരിലൂടെ കാണിച്ചു തന്നു. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറാ, ഇതാണ് ഒരു ഹിദായത്ത്. മറ്റൊന്ന്, എല്ലാ ജന്തുക്കൾക്കും എല്ലാവർക്കുമുള്ള, എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ജന്മനായി ലഭിച്ചിരിക്കുന്ന ജന്മവാസന എന്ന് പറയുന്ന ആ കാര്യം, അതൊരു ഹിദായത്താണ്. ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയോടും ഹാറൂൻ നബിയോടും ചോദിച്ചപ്പോൾ ഫിർഔൻ ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ്, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തത് ആരാണോ അവനാണ് റബ്ബ്. ആ മാർഗദർശനം എന്താണ്? എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്, മനുഷ്യർക്കും മറ്റു ജന്തുക്കൾക്കും എല്ലാം കിട്ടിയിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം കിട്ടുന്ന ആ ഹിദായത്ത് ഉണ്ടല്ലോ, നമ്മൾ നിത്യേന ചോദിക്കുന്ന ഹിദായത്ത്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്ന ഹിദായത്ത്, അത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് മാത്രം കിട്ടുന്ന ഹിദായത്താകുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള പ്രവാചകൻ തിരുമേനി പോലും കൊതിച്ചിട്ട് ഒരാൾക്കും അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല. പ്രവാചക തിരുമേനിയുടെ പിതൃവ്യൻ, അവിടത്തേക്ക് താങ്ങും തണലുമായി ധാരാളം 40 വയസ്സുവരെ പ്രവാചകന്റെ കൂടെ താങ്ങും തണലുമായി ഉണ്ടായിരുന്ന അബൂ ത്വാലിബ്, പക്ഷേ അങ്ങേയറ്റം ആഗ്രഹിച്ചു, ലഭിച്ചില്ല, കൊടുത്തില്ല. അള്ളാഹു പ്രവാചകനെ ആശ്വസിപ്പിച്ചു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹ് ഹിദായത്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഹിദായത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആമുഖമായി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഹിദായത്തിൻ്റെ മാർഗത്തിൽ, ഈ ചൊവ്വായ പാതയിൽ, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ, മരണം വരെ ഈ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ എന്ത് ചെയ്യണം? അള്ളാഹു നമ്മളെല്ലാവരെയും മരണം വരെ ഈ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആമുഖമായി കേൾപ്പിച്ച ഖുർആനിലെ 3-ാമത്തെ സൂറത്തായ സൂറത്ത് ആൽ ഇംറാനിലെ 101-ാമത്തെ ആയത്ത്, അള്ളാഹു ചോദിക്കാണ്,
വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലുഹു വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വകൈഫ തക്ഫുറൂൻ, നിങ്ങൾ എങ്ങനെ അവിശ്വസിക്കും? നിങ്ങൾ എങ്ങനെയാണ് കൂട്ടരെ അവിശ്വസിക്കുക? വഅൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹ്, അല്ലാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾക്കരികിലാണ് ഓതിക്കേൾപ്പിക്കപ്പെടുന്നത്. ഈ ആയത്ത് ഇറങ്ങുന്നത് നേർക്ക് നേരെ മക്കയിൽ ജീവിക്കുന്ന ആ മനുഷ്യരുടെ മുമ്പിലാണ്. നിങ്ങളുടെ മുമ്പിലാണ് അള്ളാഹിൻ്റെ ആയത്ത് ഓതിക്കേൾപ്പിക്കപ്പെടുന്നത്. മാത്രല്ല വഫീക്കും റസൂലു, അള്ളാഹിൻ്റെ റസൂലാകട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നിട്ടോ വമൻ യഅ്തസിം ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, യഅ്തസമ എന്ന് പറഞ്ഞാൽ നേരെ മുറുകെ പിടിച്ചു എന്നാണ്. ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും അവൻ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നയിക്കപ്പെടും. അതാണ് ഹുദിയ എന്ന് പറഞ്ഞാൽ. ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ മാർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോയി കൂടാ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ മാർഗം എന്താ അറിയോ? അൽ ഇഅ്തിസാമു ബില്ലാഹ്, അല്ലാഹനെ മുറുകെ പിടിക്കാം. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ മറ്റെന്തിനേക്കാളും പ്രാധാന്യപൂർവ്വം സ്വീകരിക്കാം. സ്വന്തം കച്ചവടത്തേക്കാൾ, സ്വന്തം ജോലിയേക്കാൾ, സ്വന്തം കുടുംബത്തേക്കാൾ, ദുനിയാവിലെ മറ്റെല്ലാത്തിനേക്കാളും അൽ ഇഅ്തിസാമു ബില്ലാഹ്, അല്ലാഹ് പറഞ്ഞതിനോടാകണം ഏറ്റവും പ്രതിപത്തി, ഏറ്റവും ഇഷ്ടം, ഏറ്റവും ആഗ്രഹം അതിനോടായിരിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിനോട്, അതിൻ്റെ വിവരണമായ പ്രവാചകൻ്റെ അധ്യാപനങ്ങളോട്, ഖുർആൻ്റെ കൽപ്പനകളോട്, ഖുർആൻ വിലക്കിയ കാര്യങ്ങളോടാകണം ഏറ്റവും വെറുപ്പ്. ആ ഇഅ്തിസാമു ബില്ലാഹ് എന്നതിന് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന തഫ്സീർ കണ്ടോ? വമൻ യതഅല്ലക ബി അസ്ബാബില്ലാഹ് വയതമസ്സക ബിദീനിഹി വത്വാഅതിഹി, അല്ലാഹു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ ആ അസ്ബാബുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, അള്ളാഹിൻ്റെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, ഫഖദ് ഹുദിയ, അവരാണ് സന്മാർഗത്തിലേക്ക് വഴി നയിക്കപ്പെടുക. യഖൂലു ഫഖദ് ഉഫിഖ ലിത്വരീഖിൻ വാദിഹിൻ വമഹജ്ജത്തിൻ മുസ്തഖീമ ഗൈറ മുഅവ്വജ, വളവില്ലാത്ത ചൊവ്വായ വഴിയിലേക്ക് അവർ നയിക്കപ്പെടും. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവർ നയിക്കപ്പെടും. എന്ത് വേണം? അള്ളാഹിനെ മുറുകെ പിടിക്കണം, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ ഫയസ്തഖീമു ബിഹി ഇലാ റിളല്ലാഹി വ ഇലൻ നജാത്ത്, അയാൾക്ക് അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് അയാൾ വഴി നയിക്കും. അയാളെ വിജയത്തിലേക്ക് അള്ളാഹു വഴി നയിക്കും. എന്തിൽ നിന്ന്? മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ വിജയത്തിലേക്ക് അവൻ വഴി നയിക്കും. വൽ ഫൗസി ബിജന്നതി, അള്ളാഹുവിൻ്റെ സ്വർഗമാകുന്ന വിജയത്തിലേക്ക് അള്ളാഹ് വഴി നയിക്കും. ആ ഗണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു തഫ്സീർ കാണാം, വഖീല അൽ മഅന വമൻ യഅ്തസിം ബില്ലാഹ് ഐ യതമസ്സക് ബിഹബിലില്ലാഹ്, അള്ളാഹുവിൻ്റെ കയർ മുറുകെ പിടിക്കുന്നവൻ, വഹുവ അൽ ഖുർആൻ. ഏതാണ് ഈ കയർ എന്ന് പറഞ്ഞാൽ? അത് ഖുർആനാണ്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് അങ്ങനെയാണ് തഫ്സീർ കൊടുക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണോ? മരണം വരെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ തുടരണോ? എന്താ വേണ്ടത്? അള്ളാഹിനെ മുറുകെ പിടിക്കുക. എന്താ അള്ളാഹിനെ മുറുകെ പിടിക്കൽ? അള്ളാഹിൻ്റെ ഖുർആൻ മുറുകെ പിടിക്കുക, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഒന്നാമത്തെ മാർഗം അതാണ്. അതിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുന്നുണ്ടോ? പേടിക്കണം. ന്യായമായി നമ്മൾ പേടിക്കണം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കാലത്ത് വന്ന് പ്രാവർത്തികമാക്കാൻ കഴിയില്ല, അങ്ങനെ തോന്നാറില്ലേ? അള്ളാഹിൻ്റെ റസൂലൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ നോക്കി എങ്ങനെ ജീവിക്കുക? മനുഷ്യന്മാർ പറയുന്ന വാക്കാണ്. സഹോദരന്മാരെ, എങ്ങനെ ജീവിക്കുക എന്നല്ല, എങ്ങനെയാ മരിക്കുക എന്നാണ് ചിന്തിക്കേണ്ടത്. ജീവിതം ഇന്നോ നാളെ അവസാനിക്കും. മരണമാണ് ഏറ്റവും പ്രധാനം. ആ മരണശേഷമുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനം. ഇത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരന്മാരെ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ്? അൽ ഇഅ്തിസാമു ബില്ലാഹ്. രണ്ടാമത്തേത് ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്വാഅതിഹി, അല്ലാഹുവിൻ്റെ റസൂലിനെ
പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. അവിടെ പ്രവാചകൻ തിരുമേനി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അനുസരിക്കാൻ തയ്യാറാകുക. ഇതാണ് നമുക്ക് നേർമാർഗത്തിൽ തന്നെ തുടരാനുള്ള, ഈ സന്മാർഗം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള, മരണം വരെ ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള മാർഗം. ഖുർആൻ കൃത്യമായി പറയാണ്, ഖുൽ യാ അയ്യുഹന്നാസ്, നബിയെ പറയുക, ഹേ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹിൻ്റെ റസൂലാകുന്നു. എല്ലാ മനുഷ്യരിലേക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള റസൂലാകുന്നു. എന്നിട്ടോ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആരാണ് അല്ലാഹ്? ആകാശഭൂമികൾ ആരുടേതാണോ, ആരുടെ ആധിപത്യത്തിലാണോ ആ അള്ളാഹുവിൻ്റെ റസൂലാകുന്നു ഞാൻ. ലാ ഇലാഹ ഇല്ലാഹു യുഹ്യീ വയുമീത്, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. പിന്നെ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലിനും വിശ്വസിക്കുക. അന്നബിയിൽ ഉമ്മിയി അല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതി, ആരാ നബി എന്ന് പറഞ്ഞാൽ? നിരക്ഷരനായ, അതേപോലെ തന്നെ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന ആ നബിയിൽ നിങ്ങൾ വിശ്വസിക്കുക. തുടർന്ന് പറയുന്ന കാര്യം കണ്ടോ, വത്തബിഊ ലഅല്ലകും തഹ്തദൂൻ, കണ്ടോ, നിങ്ങൾ ആ നബിയെ പിൻപറ്റുക, എങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാൻ സാധിച്ചേക്കാം. അല്ലാഹ് സാധിച്ചേക്കാം എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാൻ സാധിക്കും, ഉറപ്പാണ് സാധിക്കും. അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാൻ തയ്യാറുണ്ടോ, നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. ഖുർആനിലെ സൂറത്തുൽ അഅറാഫ്, 7-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഅറാഫിലെ 158-ാമത്തെ വചനം. അപ്പോൾ സഹോദരന്മാരെ ചിന്തിക്കണം, നമ്മളിലേക്ക് അള്ളാഹിൻ്റെ റസൂലിനെ പറഞ്ഞയച്ചത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും നമുക്ക് അനിഷ്ടകരമായി തോന്നുന്ന കാര്യങ്ങൾ കൈയ്യഴിക്കാനുമല്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. നമ്മൾ കേട്ട് പരിചയിച്ച ആയത്താണ് സൂറത്തുൽ ഹശ്റിൽ. അള്ളാഹിൻ്റെ റസൂൽ എന്തൊന്നും നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം, ഏതൊന്ന് കാര്യം വിലക്കിയോ പാടില്ല എന്ന് പറഞ്ഞോ നിങ്ങൾ വർജിക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ നമുക്ക് സന്മാർഗത്തിൽ തുടരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മരണം വരെ, ഏതാ മരണം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രം സഹോദരന്മാരുള്ളത് അല്ലേ. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിങ്ങളുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കാണ് കാലം. കുറഞ്ഞ എണ്ണപ്പെട്ട കാലം, അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞില്ലേ. ഈ കാലത്ത് നിങ്ങൾക്ക് ഈ സന്മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിക്കണോ, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യണം, അള്ളാഹിൻ്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആൻ തന്നെ സൂറത്തുൻ നൂർ, ഖുർആൻ്റെ 24-ാമത്തെ സൂറത്തായ സൂറത്തുൻ നൂറിലെ 54-ാമത്തെ ആയത്തിൽ പറയാണ്, ഖുൽ അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. മാത്രമല്ല ഫഇൻ തവല്ലൗ, ഇനി അനുസരിക്കാൻ തയ്യാറില്ലാതെ അവർ പിന്തിരിയുന്നുവെങ്കിൽ ഫഇന്നമാ അലൈഹി മാ ഹുമ്മിൽ, അള്ളാഹിൻ്റെ റസൂലിന് എന്താ ഉത്തരവാദിത്തമുള്ളതെന്നറിയോ? ഏൽപ്പിക്കപ്പെട്ടത് എത്തിച്ചേരുക മാത്രം. റസൂലുള്ളാഹിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് വമാ ഇന്നമാ അലൈക്കൽ ബലാഗ്, നബിയെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ബലാഗ് മാത്രമാണ്, എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. വ അലൈനൽ ഹിസാബ്, ഈ എത്തിച്ചു കൊടുത്ത കാര്യം ആര് സ്വീകരിക്കുന്നു ആര് സ്വീകരിക്കുന്നില്ല ആ വിചാരണ എൻ്റെ മേൽ കടമയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൽപ്പന എത്തിക്കലാകുന്നു അവിടുത്തെ കൽപ്പന. വ അലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ കൽപ്പന എന്താണെന്നറിയോ? അത് നിങ്ങൾക്ക് എത്തിച്ചു തന്ന കാര്യം സ്വീകരിക്കലാകുന്നു. വ ഇൻ തുതീഉഹു തഹ്തദൂ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. വ ഇൻ തുതീഉഹു, ആ നബിയെ നിങ്ങൾ അനുസരിക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തഹ്തദൂ, നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കണ്ടോ, വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, പ്രവാചകന്റെ മേൽ വ്യക്തമായ പ്രബോധനമല്ലാതെ കടമയില്ല, ബാധ്യതയില്ല. അപ്പോൾ സഹോദരന്മാരെ കൃത്യമായി മനസ്സിലാക്കണം, നമ്മളിലേക്ക് അള്ളാഹ് നിയോഗിച്ചയച്ച പ്രവാചകൻ തിരുമേനി എന്തിനു വേണ്ടി വന്നു? നമ്മുടെ മാതൃകാ പുരുഷനാണ്, നമ്മുടെ നേതാവാണ്. ഏതർത്ഥത്തിൽ? പ്രകടനം പോകുമ്പോൾ മുന്നിൽ നിൽക്കേണ്ട ആളല്ല. നാം ഏത് വഴിയിലൂടെ ജീവിക്കണമെന്ന്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന്,
ഏത് സംസ്കാരം സ്വീകരിക്കണമെന്ന്, ഏത് വേഷവിധാനം സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാകുന്നു അള്ളാഹിൻ്റെ റസൂല്. ഖുർആൻ ഹദീസിൽ കാണാൻ സാധിക്കും, ഞാൻ നിയോഗിക്കപ്പെട്ടത് മുഅല്ലിമാ, അല്ലേ, ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ അധ്യാപനം? ഈ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കൽ. അപ്പൊ സഹോദരന്മാരെ, കൃത്യമായി മനസ്സിലാക്കണം. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും, വല്ലാഹു യബ്തലി ഇബാദഹു ഫയഅ്മുറു വയൻഹാ, തൻ്റെ അടിമകളെ അള്ളാഹു പരിശോധിക്കും, പരീക്ഷിക്കും. എങ്ങനെ? അള്ളാഹ് ചില കാര്യങ്ങൾ കൽപ്പിക്കും, ആരാ കൽപ്പന ചെയ്യുന്നത് അള്ളാഹു പരിശോധിക്കും. അള്ളാഹ് ചില കാര്യങ്ങൾ വിലക്കും, ആരാണ് ഈ വിലക്കുകൾ ഉപേക്ഷിക്കാൻ തയ്യാറുള്ളത്, ഇത് വർദ്ധിക്കാൻ തയ്യാറുള്ളത്, അള്ളാഹ് പരിശോധിക്കും. ഫമനിത്തബഅ വഅത്വഅ ഫഹുവ മിനൽ മുഹ്തദീൻ, അതാര് പിൻപറ്റുന്നുവോ അവർ നേർമാർഗം പ്രാപിച്ചവരായിരിക്കും. വമൻ കാന മിൻഹും വുഫിഖ ലിസബാത്തി അല ത്വാഅ, ആർക്കാണോ അതിലേക്ക് തൗഫീഖ് നൽകപ്പെട്ടത്, അള്ളാഹു ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകനെ സ്വീകരിക്കാൻ, അള്ളാഹിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ ആർക്ക് തൗഫീഖ് നൽകപ്പെട്ടുവോ അവർക്കാണ് സബാത്തിനുള്ള തൗഫീഖ് ഉണ്ടാവുക, ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. വൽ ഇസ്തിഖാമ ഫലം യൻഹരിഫ് അനി സിറാത്തുൽ മുസ്തഖീം, ഇസ്തിഖാമത്തിനുള്ള, അല്ലേ, ചൊവ്വായ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അവർക്കാണ് കിട്ടുക. അവർ തെറ്റിപ്പോകൂല, ഇൻഹിറാഫ് ഉണ്ടാകൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുകയില്ല. എന്നിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്, നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ആയത്ത്. അതെന്താണ്? ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്താണ്. കണ്ടോ, വമാ ജഅൽനൽ ഖിബലത്തല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലൽ ലദീന ഹദല്ലാഹ് വമാ ജഅൽനൽ ഖിബലത്തല്ലതീ കുൻത അലൈഹാ, നബിയെ താങ്കൾ ആയിരുന്ന ഖിബലയെ നാം ആക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാലി നഅലമ, നാം മനസ്സിലാക്കാൻ വേണ്ടിയല്ലാതെ. അള്ളാഹ്ക്ക് അറിയാത്ത കൊണ്ടല്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടി. ആരെ? മയ്യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, ആരാണ് റസൂലിനെ പിൻപറ്റുക എന്നതും ആരാണ് മടമ്മിൻകാലിൽ തിരിഞ്ഞു പോവുക, പിന്തിരിഞ്ഞ് കളയുക എന്നും അള്ളാഹു അറിയാൻ വേണ്ടി. എന്നിട്ട് അവസാനം പറഞ്ഞ കാര്യം കണ്ടോ, എന്താ? മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി വഇൻ കാനത് ലകബീറ, തീർച്ചയായും അതൊരു വലിയ കാര്യമായിരിക്കും. ആർക്ക്? ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹു ഹിദായത്ത് നൽകാത്ത ആളുകൾക്ക്. കണ്ടോ, ഇത് ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത്. പെട്ടെന്ന് അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ടായി. അള്ളാഹിൻ്റെ റസൂൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ. കഅബയൊന്ന് ഖിബലയാക്കി മാറ്റിയിരുന്നെങ്കിൽ, കഅബയിലേക്ക് തിരിയാൻ പറഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ കൽപ്പന വന്നു, അല്ലേ? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ഖിബ്ലൽ മസ്ജിദിൽ ഹറാം. ഈ ആയത്തിറങ്ങി അങ്ങനെ കഅബയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. അപ്പം ചില ആൾക്കാർ ഇത് ഇഷ്കാലായി, ഇതെന്താ ഇപ്പം കുറെ അങ്ങോട്ട് തിരിയും, കുറെ ഇങ്ങോട്ട് തിരിയും. അതാണ് ആ പറഞ്ഞത്. ഇത് ചില ആളുകൾക്ക് വലിയൊരു കാര്യമായിരിക്കും, സ്വീകരിക്കാൻ പാടായിരിക്കും. പക്ഷെ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹു നേർമാർഗം നൽകിയ ആളുകൾക്ക് ഒഴികെ. നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ഇൻഹിറാഫ് ഉണ്ടാവൂല, അവർക്ക് തെറ്റിപ്പോകലുണ്ടാവൂല, അവർ ഉറച്ചു നിൽക്കും. അപ്പോൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രവാചകൻ തിരുമേനിയെ ഏത് കാര്യത്തിൽ നമ്മൾ അനുസരിക്കാനും പിന്തുടരാനും തയ്യാറാകണം. നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് കാണാം, ഫല്ലദീന ഹദാഹുമുല്ലാഹ് യുസഹിലു അലൈഹിം അൽ ഇത്തിബാഅ്, അല്ലാഹ് ഹിദായത്ത് നൽകിയ ആൾക്കാർക്ക് നേർമാർഗം അല്ലാഹ് എളുപ്പാക്കി കൊടുക്കും. വഖബൂല അൽ അഹ്കാം, ഹുക്മുകൾ, അഹ്കാമുകൾ അത് സ്വീകരിക്കാൻ, കബൂൽ ചെയ്യാൻ അല്ലാഹ് എളുപ്പാക്കി കൊടുക്കും. അതേപോലെ ദൂന തറദ്ദുദിൻ ഔ തശക്കുക്കിൻ, ഒരാശയക്കുഴപ്പം അവർക്ക് ഉണ്ടാവൂല, അല്ലേ? ഒരു തരത്തിലുമുള്ള സംശയം അവർക്ക് ഉണ്ടാവൂല. അത് സ്വീകരിക്കാൻ തയ്യാ. അത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണോ? ഇല്ല, ഞാൻ സംശയിക്കുന്നില്ല. ഇതായിരിക്കും അന്നും ഇന്നും അവരുടെ നിലപാട്. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ, അവിടുത്തെ വഫാത്തിന് ശേഷമാകട്ടെ, ഇന്നും ഒരു പ്രയാസമുണ്ട്. ചില ആളുകൾക്കുണ്ടല്ലോ, ചില ഹദീസുകൾ ദഹിക്കുന്നില്ല, അല്ലേ? ഹദീസൊക്കെ സ്വഹീഹ് ബുഖാരിയിലൊക്കെ ഉണ്ട്. പക്ഷേ അതെങ്ങനെയപ്പോൾ അത് സ്വീകരിക്കാം? എങ്ങനെയാ അത് മനുഷ്യന്മാരോട് പറയാ? ഈ ഒരു ദഹനക്കേട് അന്നുകൊണ്ട് ചില ആളുകൾക്ക് ഇന്നും അത് തുടരുന്നുണ്ട്. കാരണം
പേടിക്കേണ്ട കാര്യം സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ, റസൂലുള്ളാഹിന്റെ ഹദീസാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പൂർവ്വകാല പണ്ഡിതന്മാർ അത് സ്വഹീഹ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ഇഷ്കാലും ഒരു തറദ്ദുദും ഒരു തശക്കുക്കും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ സഹോദരന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നാമത്തെ കാര്യം അതെന്താണെന്നറിയോ? അൽ ഈമാനു ബില്ലാഹി സുബ്ഹാന വത്തസ്ലീം. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് മൂന്നാമത്തെ കാര്യം. ഈ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ മരണം വരെ തുടരാൻ ഒരു തശക്കുക്കും തറദ്ദുദുമില്ലാതെ, ഒരു ആശയക്കുഴപ്പവുമില്ലാതെ, ഒരു സംശയമില്ലാതെ ഇതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഉറച്ച വിശ്വാസമാണ് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കണ്ടോ, ആ കാര്യവുമായി കാണാം സൂറത്തുൽ അൻആം, ഖുർആനിലെ 6-ാമത്തെ സൂറത്തായ സൂറത്തുൽ അൻആമിലെ 125-ാമത്തെ ആയത്ത്. അതെന്താ? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സ്വദ്റഹു ദയ്യിഖൻ ഹറജാ കഅന്നമാ യസ്അദു ഫിസ് സമാ. അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവൻ്റെ മനസ്സിനെ അല്ലാഹു വിശാലമാക്കും, ഇസ്ലാമിലേക്ക് വിശാലമാക്കും. എന്നിട്ടോ വമൻ യുരിദ് അൻ യുദില്ലഹു, ആരെങ്കിലും അല്ലാഹു ളലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാലോ യജ്അൽ സ്വദ്റഹു ദയ്യിഖൻ ഹറജാ, അവൻ്റെ മനസ്സിനെ ഇടുങ്ങിയതാകും, കുടുസായ മനസ്സാക്കി മാറ്റും. എന്ന് കഅന്നമാ യസ്അദു ഫിസ് സമാ, ആകാശത്തേക്ക് കയറിപ്പോകുന്നവൻ്റേത് പോലെ, ഉപരിഭാഗത്തേക്ക് കയറിപ്പോകും തോറും വായു കുറഞ്ഞ് മനസ്സ് ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥ വരും. അതുപോലെ അവൻ്റെ മനസ്സ് ഇടുങ്ങിയതാക്കി മാറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് മനസ്സ് തുറക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനാണ് ഹിദായത്ത് കിട്ടിയ മനുഷ്യൻ, ആ മനുഷ്യനാണ് അചഞ്ചലമായി അള്ളാഹുൽ വിശ്വസിക്കുന്ന വ്യക്തി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 7-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. എന്നാൽ അല്ലാഹു ആകുന്നു ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് സത്യവിശ്വാസത്തോട് ഇഷ്ടമുണ്ടാക്കിയവൻ. നമ്മോട് ചോദിക്കണം, നമുക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത്. ഈമാനിനോട് ഇഷ്ടമുണ്ടോ എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. അത് മാത്രമല്ല വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ഈമാൻ കൊണ്ട് അലങ്കരിച്ചവൻ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അടിവരട്ട് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, വകറഹ ഇലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി. എന്തിനോട്? അൽ കുഫ്ര, അവിശ്വാസത്തോട്, വൽ ഫുസൂഖ, തോന്നിവാസത്തോട്, വൽ ഇസ്യാൻ, ധിക്കാരപരമായ പ്രവർത്തനങ്ങളോട്. അല്ലാഹു ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലെ, ഈമാനിനോട് ഇഷ്ടം, ഈമാൻ കൊണ്ട് മനസ്സ് അലങ്കൃതമായ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജ്അൽനാ മിനർ റാഷിദീൻ. നമ്മൾ ഇമാമിങ്ങളുടെ ദുആകൾ കേൾക്കാറുണ്ടാകും, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ സത്യവിശ്വാസം കൊണ്ട് മനുഷ്യരുടെ മനസ്സുകൾ അല്ലാഹു അലങ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു അവസാനം പറഞ്ഞതറിയോ? ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ, അവരാണ് ഹിദായത്ത് ലഭിച്ചവർ. അപ്പോൾ സത്യവിശ്വാസം മനസ്സ് രൂഢമൂലമാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരന്മാരെ. ഈമാനിൻ്റെ ഖുവ്വത്തും ഈമാൻ്റെ ദുഅഫും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ ശക്തമാകുമ്പോൾ ആ മനുഷ്യൻ അയാൾ ഹിദായത്തിൽ ശക്തനായി നിലകൊള്ളും. ഈമാൻ ദുർബലമാകുമ്പോൾ ആ മനുഷ്യൻ ഹിദായത്തിൻ്റെ വഴിയിൽ നിന്ന് ചാഞ്ചല്യം അയാൾക്ക് സംഭവിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ അൻആമിൽ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതെന്താ? നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. അതെന്താണ് ആയത്ത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ളുൽമ് കലരുകയും ചെയ്തിട്ടില്ല. ളുൽമിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താ? ഷിർക്കാണ്. ഷിർക്കിൻ്റെ അംശം ആ വിശ്വാസത്തിൽ കലർന്നിട്ടില്ല. ഇനി ഷിർക്ക് മാത്രമല്ല, എന്തൊക്കെ അന്യായങ്ങളുണ്ടോ, വിശ്വാസവുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ടോ, കാപട്യമുണ്ടോ, ദേഹത്തേക്ക് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടോ, തോന്നിവാസമുണ്ടോ, താന്തോന്നിത്തമുണ്ടോ, ഇതൊന്നുമില്ല. ളുൽമ് കലരാത്ത ഈമാൻ ഉള്ള ഒരു വ്യക്തി, അല്ലാഹു പറയാണ്
ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് പേടിയില്ലാത്ത അവസ്ഥ ഉള്ളത്, അവർക്കാണ് പേടിയില്ലാത്ത അവസ്ഥയുള്ള നിർഭയത്വമുള്ളത്. ഉലൈക ഹുമുൽ വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ സഹോദരന്മാരെ, പുഴുക്കുത്തില്ലാത്ത വിശ്വാസം, ബലവത്തായ വിശ്വാസം, ശക്തമായ വിശ്വാസം എന്നത് ഹിദായത്ത് ലഭിക്കാൻ, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ, ഹിദായത്ത് കൈമോശം വന്നു പോവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. അറിയാത്ത സഹോദരന്മാർ പഠിച്ചെടുത്ത് പ്രാർത്ഥിക്കണം. ഈ കാലത്ത് ഏറ്റവും പ്രാധാന്യത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈമാനൻ ലാ യർതദ്, സംശയമില്ലാത്ത വിശ്വാസം, ആശയക്കുഴപ്പമില്ലാത്ത വിശ്വാസം. ഏത് ലിബറലിസ്റ്റുകളായിരുന്നാലും സ്വതന്ത്ര ചിന്തക്കാരായിരുന്നാലും അവരുടെ കെണിയിൽപ്പെടാത്ത, അവരുടെ വാക്കുകൊണ്ട് ആശയക്കുഴപ്പത്തിലാകാത്ത നല്ല ഉറപ്പുള്ള ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ്. അത് സ്വർഗ്ഗമാണെന്ന് ഹദീസിന്റെ ശറഹിൽ കാണാൻ സാധിക്കും. തീർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആ സ്വർഗം ചോദിക്കുന്നു. വമുറാഫഖത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഅ്ലാ ജന്നത്തിൽ ഖുൽദ്. നാളെ സ്വർഗത്തിൽ, ശാശ്വതമായ സ്വർഗത്തിന്റെ ഭവനത്തിൽ പ്രവാചകൻ തിരുമേനിയുടെ മുറാഫഖത്ത്, സാമീപ്യം, സൗഹൃദം അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നു. ഇത് സ്വഹാബത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ പോലുള്ള സ്വഹാബികൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹദീസ് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം ശ്രദ്ധിക്കണം, ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതേപോലെ തന്നെ ദീർഘമായി സംസാരിക്കാൻ സമയമല്ല. ഖുർആനിലെ സൂറത്തു തഗാബുനിലെ 11-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഏതൊരു ബാധ ഏതൊരാൾക്ക് ബാധിച്ചാലും അത് അള്ളാന്റെ ഉത്തരവ് പ്രകാരമാണ്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അള്ളാന്റെ കണക്ക് പ്രകാരമാണ്, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. തുടർന്ന് പറയാണ്, വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുക്കും. എന്താണ്? ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അള്ളാഹു അവൻ നേർമാർഗം കാണിച്ചു കൊടുക്കും. സൂറത്തുൽ തഗാബുനിലെ 11-ാമത്തെ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലെ 54-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനു ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹിന്റെ പേരാണ് ഹാദി. എന്താ ഹാദി? നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ, നേർമാർഗത്തിലേക്ക് വഴി നയിക്കുന്നവൻ. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലഹാദി, തീർച്ചയായും അവൻ വഴി നയിക്കുക തന്നെ ചെയ്യും. ആരെ? അല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യരെ. അള്ളാഹു ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈമാനുള്ള മനുഷ്യർ അള്ളാഹു വഴി നയിക്കും. ഇലാ സിറാത്തുൻ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക്. അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും, ആമിൻ തഹ്തദ്, ആമിൻ, നീ വിശ്വാസിയായിക്കോ, തഹ്തദ്, നിനക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ആ വിശ്വാസം എപ്രകാരമുള്ള വിശ്വാസമായിരിക്കണം? ഒരു ബലഹീനതയുമില്ലാത്ത, ഒരു പുഴുക്കുത്തുമില്ലാത്ത, ഒരു ജീർണതയും ബാധിക്കാത്ത ശരിയായ വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം, അവർക്കാണ് ആ വാഗ്ദാനമുള്ളത്. നാം മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം എന്താ അറിയോ? അൽ ഇസ്തിമാഉ ലിൽ വഹ്യി ഇസ്തിജാബത്തൻ വഖബൂലൻ വത്തിബാഅൻ. അല്ലാഹുവിന്റെ ഖുർആന് അതിന് ഉത്തരം നൽകിക്കൊണ്ടും അത് സ്വീകരിച്ചുകൊണ്ടും അത് പിൻപറ്റിക്കൊണ്ടും കേൾക്കാം. ഒരു ആസ്വാദനത്തിന് വേണ്ടി കേൾക്കല്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. ഖുർആൻ ആസ്വാദനമാണ്, നല്ല മനോഹരമായ പാരായണം. അതിൻ്റെ ആശയ തലങ്ങളിലേക്കോ അതിൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക തലങ്ങളിലേക്കോ ചിലപ്പോൾ കൊണ്ടുപോകില്ല. എന്നാൽ ഖുർആൻ അതിനുള്ളതാണോ? അല്ല. അൽ ഇസ്തിമാഉ ലിൽ വഹ്യി, വഹ്യിന് ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. ഇസ്തിജാബത്തൻ, അതിന് ഉത്തരം നൽകിക്കൊണ്ട്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ. വഖബൂലൻ, അത് സ്വീകരിച്ചുകൊണ്ടാണത് ശ്രദ്ധിക്കേണ്ടത്. വത്തിബാഅൻ, അത് പിൻപറ്റിക്കൊണ്ട്. ആ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സുമർ, നമ്മളൊക്കെ ഏറെ കേട്ട് പരിചയിച്ച ആയത്താണ്. സൂറത്ത് സുമറിലെ 17-ാമത്തെ ആയത്ത്. എന്താണ് ആയത്ത്? 17-ഉം 18-ഉം. വല്ലദീന ജിത്തനബു താഗൂത അൻ യഅ്ബുദൂഹാ വഅനാബു ഇലല്ലാഹ്. അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ വർജിക്കുന്നവർ, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർ,
ലഹുമുൽ ബുഷ്റാ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർ ഇബാദ്, നബിയെ എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് അടിമകൾ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ. നല്ല ശ്രദ്ധിക്കണം, നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പഠിതാക്കളായിരിക്കും, ഇല്ലെങ്കിൽ ആകണം. അല്ലാഹ് പറയാണ് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഐ അൽ ഖുർആൻ. ഈ ഖൗൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആൾക്കാരെ ഖൗലല്ല, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ. ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുന്നവർ. ആ ഏറ്റവും നല്ലത് ഏതാണെന്നതിൽ മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഖുർആൻ മൊത്തത്തിൽ ഏറ്റവും നല്ലതാണ്, എന്നാൽ താരതമ്യേന ഏറ്റവും വലുതും അതിനേക്കാൾ ചെറുതുണ്ടാകും, അതുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അല്ല കൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും നല്ലത്, അല്ല വിലക്കിയ കാര്യങ്ങൾ ഖബീഹായിരിക്കും. അതൊക്കെ അതിന് തഫ്സീർ കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും നല്ലത് പിൻപറ്റുന്നവർ. എന്നിട്ടോ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അവരാണ് അല്ലാഹ് നേർമാർഗം നൽകിയ ആളുകൾ. വ ഉലൈകഹും ഉലുൽ അൽബാബ്, അവരാകുന്നു ബുദ്ധിയുള്ള ആളുകൾ, അവരാകുന്നു ലുബ്ബുള്ള അകക്കാമ്പുള്ള കാതലുള്ള ആളുകൾ. ആ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹിൻ്റെ കലാമ് ശ്രദ്ധയോടെ കേൾക്കുക, അതിന് വഴിപ്പെടുക, അത് സ്വീകരിക്കുക, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. എന്നാൽ നേർമാർഗത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണെന്നറിയോ? അത് ഏറ്റവും പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ? ഇതൊക്കെ ഉണ്ടായാലും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പോരാ, അള്ളാഹുവിനോട് നിരന്തരമായി ഹിദായത്തിന് വേണ്ടി, സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി, മരണം വരെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത്. അതേപോലെ തന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. മനസ്സറിഞ്ഞ് പറഞ്ഞു, റബ്ബേ ഞങ്ങളെ നീ തെറ്റിച്ച് കളയല്ലേ, ഞങ്ങൾക്ക് നീ നേർമാർഗം കാണിച്ചു തന്നതിന് ശേഷം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. ഇസ്ലാമിക പ്രബോധന വേദികളിൽ നിറഞ്ഞു നിന്ന ചില വ്യക്തികൾ ചില സുപ്രഭാതത്തിൽ കാണാൻ അതൊക്കെ ഇട്ടെറിഞ്ഞു പോവുകയാണ്. അവരുടേതായ ഭൗതിക ലോകത്തേക്ക് അങ്ങനെ ഉൾവലിഞ്ഞു പോകുന്നു, ഇതൊക്കെ വലിച്ചെറിഞ്ഞു പോകുന്നു. സഹോദരന്മാരെ, അതിനേക്കാൾ വലിയ ദുരന്തം എന്താ ഉള്ളത്? അള്ളാഹു അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് നീ കാരുണ്യം പ്രദാനം ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, നീയാകുന്നു ധാരാളമായി നൽകുന്നവൻ. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലും. അതെന്താ ചൊല്ലുന്നറിയോ? അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വ മീകാഈല വ ഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക് ഇന്നക തഹ്ദീ ഇലൽ ഹഖ് ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മൾ പഠിച്ചെടുക്കണം, അറിയാൻ പല ആൾക്കാർക്കും അല്ലേ? അല്ലാഹുവേ, ജിബ്രീലിനെയും മീകായിലിനെയും ഒക്കെ റബ്ബായ അല്ലാഹുവേ, ആകാശഭൂമികൾ പടച്ച അല്ലാഹുവേ, ജനങ്ങൾ ഭിന്നാഭിപ്രായക്കാരായ വിഷയത്തിൽ എന്നെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നീ നയിക്കണമേ. എന്നിട്ട് പറയാം ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ചൊവ്വായ വഴിയിലേക്ക് വഴി നയിക്കുന്നവനാകുന്നു. അലി ബിൻ അബി താലിബിനോട് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറയാണ് അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. വേഗം പഠിക്കാൻ പറ്റും. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹുവേ, എനിക്ക് നീ വഴി കാണിച്ചു തരണേ, എന്നെ ഉറപ്പിച്ചു നിർത്തണേ. ഒന്ന് പറഞ്ഞു നോക്കിയും, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വസ്സദാദ. ഇത് അലി ബിൻ അബി താലിബ് ഉദ്ധരിക്കുന്നതാണ്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വസ്സദാദ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വസ്സദാദ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ എല്ലാ തരത്തിലുള്ള വഴികേടുകളിൽ നിന്നും നാം ഏവരെയും, നമ്മെയും നമ്മുടെ മക്കളെയും ഈ തലമുറയെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിച്ച് ഒരു നല്ല പരലോകബോധമുള്ള ജീവിത ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹ് നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും സിറാത്തുൽ മുസ്തഖീമിലായിരിക്കെ, ശക്തമായ വിശ്വാസത്തിലായിരിക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും
നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദിനാ മിനൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.